എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാം ഗൈസ്. ഹായ് പറ മച്ചാനെ, ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രാവുംകുട്ടീനെ കുറേ നേരം ഇതിനെ തുറന്നു വിടാം ഗൈസ്. നമുക്ക് ലൈവായിട്ടാണ്, കുറേ നേരം ഉണ്ട് കേട്ടോ. നമുക്ക് നല്ല കുട്ടകളുണ്ട് ഗൈസ്. നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് കുറേ നേരം മുറ്റത്തേക്ക് വിടാം കേട്ടോ. നമ്മൾ വിട്ടിട്ട് കുറച്ച് ദിവസമായി, 2-3 ദിവസമായിട്ടോ. അപ്പോൾ നമുക്ക് ഇവനെ കുറേ നേരം മുറ്റത്തേക്ക് വിടാം കേട്ടോ. പാവം പിന്നെ കല്ലൊക്കെയാണ് കൊത്തിപ്പറിച്ച് തിന്നണം ഗൈസ്. അല്ലേ, കല്ലൊക്കെ കൊത്തിപ്പറിച്ച് തിന്നുന്നുണ്ട്, എന്താണെന്നൊന്നും അറിയില്ല. എന്ത് കണ്ടാലും കൊത്തിപ്പറിച്ച് തിന്നാം. ഇപ്പോൾ ആള് നല്ല ഹാപ്പിയാണെന്ന് വന്നു. കാലിന് ശരിയായി വന്നിട്ടുണ്ട് ഗൈസ്. കുറച്ചുകൂടെ ശരിയാവാനായിട്ടാണ് കേട്ടോ, കുറച്ചുകൂടെ ശരിയാവാനുണ്ട് നമ്മുടെ റാൻ്റെ. പക്ഷേ ഞാൻ പോയിട്ട് ഒന്ന് തീറ്റ എടുത്തിട്ടില്ല, തീറ്റ കൊടുക്കാമല്ലോ. തീറ്റ എടുത്തിട്ടില്ല കേട്ടോ. ഇച്ചിരി വലുതായതുകൊണ്ട് തന്നെ നമ്മൾ അരിയാണ് കേട്ടോ കൊടുക്കണം. അരി കൊടുക്കാം. ഒരാൾ കൊത്തി തിന്നെ വേണ്ട, നിലത്തിട്ട് കൊടുക്കാം. കൊത്തി തിന്നുണ്ട് ഗൈസ്, കൊത്തി തിന്നട്ടാ. നല്ലോണം കൊത്തി തിന്നുണ്ട്. പണ്ടത്തെ പോലെ ഒന്നും അല്ല ഗൈസ്. ഇപ്പോൾ കടലയും ഒന്നും പൊടിച്ചൊന്നും കൊടുക്കണ്ട, അല്ലാതെ തന്നെ ഒരുമാതിരിയൊക്കെ കൊത്തി തിന്നോളും. മുറ്റത്തോടെ തന്നെ തിരഞ്ഞൊക്കെ നിന്നാൻ മടിച്ചു ഗൈസ്. ഇവിടെ കിടക്കണ ഈ പുല്ലും ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന തരി ഇത് നമ്മുടെ പഴയ എന്നാ ഗൈസ് പറയുന്നത്, പഴയ ഇപ്പം നമ്മുടെ ഇതിൻ്റെയെങ്കിലും വേരിൻ്റെ കിഴങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ കൊത്തിപ്പറിച്ച് തിന്നുന്നുണ്ട്. ഇപ്പം ഇതാണ് ഇപ്പം ഇനി പറയാനുള്ളത്. ഇപ്പം നല്ലോണം തീറ്റയൊന്നും തിന്നുന്നുണ്ട് ആള്. ഞാനാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് വീഴുന്നു ഗൈസ്. മൊത്തം നല്ല വേനെടുക്കുന്നുണ്ട്, വേനൊക്കെ നോക്കുകയാണ്. അപ്പം പറക്കാറൊക്കെ ആയി. അതിനുള്ള കേസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ളത് ആളുടെ ഇവിടെ ചിറക് വന്നു. പിന്നെ അതെ നമ്മളിവിടെ കാണിക്കുകയാണെങ്കിൽ എന്തേ കണ്ടോ, ചിറകിൻ്റെ അടിയിലായിട്ട് പുതിയ തൂവലുകൾ വന്നിട്ടുണ്ട്. നല്ല വൈറ്റ് കളറാണ്. ഇതെന്ത് കേസ്, നേര് മൊത്തം ബ്ലാക്ക്, ചിറകിൻ്റെ അടി മാത്രം വൈറ്റ്. ഇതെന്തോന്ന് പ്രാവ് ഗൈസ്. വലുതാവുമ്പോൾ അറിയാം അങ്ങനെ ഇരിക്കും, ബ്ലാക്കാണോ വൈറ്റാണോ ബ്രൗൺ ആണോ എന്ത് കളറാണെന്നൊക്കെ അറിയാം. ആണെങ്കിൽ ആൾ അരിയുടെ മേളിൽ കയറി നിൽക്കണം. അരി കണ്ടിട്ടില്ല എന്ന് തോന്നണം. നമുക്ക് അരി കൊടുക്കാം. അരിയൊന്നും വേണ്ട കേട്ടോ, ഇപ്പം അരി അങ്ങനെ തിന്നണില്ല കേട്ടോ. രാവിലെ കൊടുക്കുമ്പോൾ നല്ലോണം തിന്നും, വെള്ളം നല്ലോണം കുടിച്ചിട്ടിരിക്കണേ. എന്തും ഇങ്ങനെ നിൽക്കണം, എന്തേലും പോയി കഴിക്ക്. പിന്നെ ഫുള്ള് കൊതുക ഗൈസ് ഇവിടെ, ഒന്നും പറയാനില്ല കേട്ടോ. പിന്നെ നമുക്ക് വേറൊരു സ്ഥലത്ത് വിടാം. ബാ, എനിക്ക് പറ്റിയ സ്ഥലം കാണിച്ചു തരാം. ഇവനെ കൊണ്ട് പോകണമെന്ന് വെച്ചാൽ പുല്ലിൻ്റെ സൈഡിലായിട്ടുണ്ട്. നമുക്ക് പുല്ലിൻ്റെ ഒക്കെ സൈഡ് പുല്ലൊക്കെ നിൽക്കണം. അപ്പം നമ്മൾ ഇവന് ഇവിടെ വിടാം. നമ്മളിവിടെ നിന്നിട്ടുണ്ട്, ഹാപ്പിയാന്ന് തോന്നുന്നു. പിന്നെ മരമൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഫുള്ള് മരം ഉണ്ടായിരുന്നു, ഫുള്ള് മരമൊക്കെ അവിടെ ഇട്ടത്. ഇത് പിന്നെ നമ്മുടെ ട്രീ ഹൗസ് പോലെ ഞാൻ സെറ്റായി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലുകളിൽ കയറി അവിടെ പോകുമ്പോൾ ഇരിക്കാറൊക്കെ ഉണ്ടെന്നു. പക്ഷെ നമ്മൾ പ്രാവുംകുട്ടിയെ എന്താണ്ടൊക്കെ കൊത്തി പറിച്ച് തിന്നുന്നുണ്ട്. വീഡിയോ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക, കാണണമെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതും കുറച്ച് അതുകൊണ്ടൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. പതുക്കെ കേട്ടോ കാല് ശരിയാവുന്നുള്ളൂ. കാലിന് എന്ത് പറ്റിയെന്ന് അറിയില്ല ഗൈസ്. നമ്മുടെ പ്രാവുംകുട്ടി ഹാപ്പി ആയിട്ടിപ്പുണ്ട് കണ്ടില്ലേ. ഇവിടെ ഉണ്ട്. പിന്നെ കുറേ നല്ല പുല്ലാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കയറി നടക്കണം. കാല് വെള്ളത്തുണ്ടല്ലേ ഈ നല്ല ഓട്ടം ഓടി നല്ല ഈ ഇതിൻ്റെ അടിയിലൊക്കെ കയറണം കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ നല്ല വെള്ളം ഒഴുക്കാറുന്നു ഗൈസ്. എന്താണെന്ന് വെച്ചാൽ മഴ പെയ്തപ്പോൾ ഇവിടെ വെള്ളം ഒഴുകി കാണാൻ അയച്ചിട്ടുണ്ട്. ഈ ഇവിടെ ഫുള്ള് മണ്ണിട്ടേക്ക് വന്നു, മണ്ണ് ഫുള്ള് പോയിട്ടുണ്ട് കേട്ടോ. ഇത്ര നല്ല മണ്ണുണ്ടായിരുന്നു. പിന്നെ അത് ഇവിടെ ഫുള്ള്
കുളം പോലെ നിറഞ്ഞു നിൽക്കുമായിരുന്നു വെള്ളം. ഗൈസ് ഗൈസ് നിങ്ങൾ കോഴീനെ കണ്ടോ? നമ്മൾ കാടാപ്പക്ഷി പോലെ ഇരിക്കണ കോഴി. ഇതിവിടെ സ്ഥിരം വരാറൊക്കെ ഉള്ളതാണ്. അവിടെ നിൽപ്പുണ്ട്, കാണാൻ പറ്റണില്ല ഗൈസ്. അവിടെ നിൽപ്പുണ്ട് കേട്ടോ സാധനം. നല്ല സൈസാ, നല്ല ഓറഞ്ച് കളറാ. അയ്യോ പ്രാവന്തി രണ്ട് ഗൈസ്. അവിടെ പോയി ഇരിക്കുക, നല്ല ഇരിക്കുക അവിടെ. അവിടെ ഇരിക്കട്ടെ, നമുക്ക് കുറച്ച് കാര്യം കണ്ടിട്ട് വരാം. പിന്നെ ഗൈസ് വെള്ളം ഒഴിപ്പോൾ സൈസ് മീനൊക്കെ ഒഴുകിപ്പോയി ഗൈസ്. നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കുന്നില്ല, നല്ല മീനൊക്കെ ഒഴുകിപ്പോയി.